തമാശ കയറി ഇറങ്ങി അടിക്കുമ്പോൾ താൻ പഠിക്കും തമാശയാണോ അല്ലയോ എന്നുള്ളത്. കൊണ്ടാണ് ഞങ്ങൾ പണിക്കൊക്കെ ഇറങ്ങുന്നത്. ഞാൻ പണിക്ക് പോയി കഴിഞ്ഞാൽ കുടുംബം കഴിയില്ല. അതുകൊണ്ടാണ് എന്ത് ഗതി കയറുന്നതിൽ സന്തോഷത്തില്ലേ. അത് സാറ് വെറുതെ പറഞ്ഞായിരിക്കും. ഇനി 1-2 പേരുണ്ടല്ലോ, അവര് ഡ്യൂട്ടിയിലാണോ? കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഉള്ളവരെല്ലാവരും കേൾക്കാനായിട്ടൊരു സന്തോഷമുള്ള കാര്യം പറയാനായിട്ടാണ് എല്ലാവരും കൂടി വിളിച്ചത്. അപ്പൊ ഇല്ലാത്തവരടുത്ത് നിങ്ങൾ വിവരം ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ എന്താ വെച്ചാല് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് ഒരു വലിയ കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർക്കെല്ലാം ഭയങ്കര സ്ട്രെസ്സാണ്, മാനസിക സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു നൂതന പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ സ്ട്രെസ് മാറ്റാനായിട്ട്. എന്താണെന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഞാൻ പറയാം സാർ. നമ്മളെല്ലാവരും കൂടി മാസത്തിലെ ഒരു പ്രാവശ്യം ടൂർ പോകും അല്ലേ സാർ? അല്ല, ടൂറ് പോയാൽ നമ്മളിപ്പോൾ ഒരു ദിവസം ഒരു ടൂറ് പോയി കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ദിവസം നമുക്ക് ആ സമ്മർദ്ദം കൂടും. ഇത് നമ്മളെ ഈ മാനസിക സമ്മർദ്ദം ഇല്ലാതാക്കാനായിട്ടുള്ള രീതിയിലുള്ള ഒരു പരിപാടി. 1-2 ദിവസം വീട്ടിലൊക്കെ പോകാൻ വേണമെങ്കിൽ വീട്ടിലൊക്കെ പോകാനുള്ള അങ്ങനെ നമ്മളെ ഈ ഡിപ്പാർട്ട്മെന്റിന് പറ്റുമോ? നമുക്ക് നമ്മുടെ കുടുംബത്തിലൊരു കല്യാണോ അല്ല അതിനൊന്നും വന്നാൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റാറില്ലല്ലോ. ശരി, ഇനി ഞാൻ ഒരുപാട് ചുറ്റിക്കണില്ല, ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെയൊക്കെ മാനസിക സമ്മർദ്ദം അവസാനിപ്പിക്കാനായിട്ട് നാളെ മുതൽ ഒരു ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ്. എന്ത് ക്ലാസ്സാണ് സാർ? യോഗ ക്ലാസ്. നല്ല മിടുക്കനായിട്ടുള്ള ഒരു ട്രെയിനർ നാളെ രാവിലെ മുതൽ ഇവിടെ വരും. നിങ്ങളെ എല്ലാവരെയും യോഗ പരിശീലിപ്പിക്കും. അത് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം നല്ല മിടുക്കന്മാരായിട്ട് ഇവിടെ ജോലിക്ക് വരുമെന്ന് ഉറപ്പാണ്. യോഗ ഉള്ള ദിവസം നമുക്ക് ജോലി വേണ്ട? ഇല്ല, യോഗ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളൊക്കെ നല്ല ആക്റ്റീവ് ആവുമല്ലോ, പിന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ജോലിക്ക് വന്നോളും. അപ്പം നാളെ രാവിലെ 6 മണി മുതൽ നമ്മുടെ യോഗ ക്ലാസ് ആരംഭിക്കും. എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തിക്കോളണം. മതി മതി മതി, റിലാക്സ് റിലാക്സ് റിലാക്സ്. ഇത് ഒരു ദിവസം കൊണ്ടൊന്നും ആവില്ല സാറേ. ഇത് തുടർച്ചയായിട്ടുള്ള പരിശീലനം കൊണ്ടൊക്കെ തന്നെ നമുക്ക് സാധിക്കുള്ളൂ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്തേക്ക് പോവാം. അടുത്തേക്ക് പോവാം. ഇങ്ങനെ ഇരിക്കാമോ? പറ്റുന്നവരിയ്ക്ക്. ഇരിക്കൂ സോനു സാറേ. ഇരിക്കാം, ഒന്നുമില്ല, വെറുതെ ഇരുന്നാ മതി, അത്രേ ഉള്ളൂ. അങ്ങനെ ഇപ്പൊ ഇരുന്നല്ലോ. ഇനി ഒന്നുമില്ല, ഇഞ്ഞ് കിടക്കുക. അങ്ങനെ കിടക്കരുത്. ഇനിതാ ഇങ്ങനെ കിടക്കുക. കൈ സൗകര്യത്തിന് ഇവിടെ കുത്ത. വെറുതെ കിടന്നാ മതി. കിടന്നല്ലോ. ഇനി എല്ലാരും എന്നെ നോക്കിയാ മതി, വെറുതെ നോക്കിയാ മതി. ഒരു കൈ ഇങ്ങനെ വെക്കുക, മറ്റേ കൈയും ഇവിടെ വെക്കുക, തല നേരെ വെക്കുക. ഇനി ഇതാ ഇങ്ങനെ പൊങ്ങുക. അയ്യോ, പൊങ്ങിക്കോളൂ. സുഖമായിട്ടുള്ള കിടത്തല്ലേ? യോഗ ചെയ്യുമ്പോ വർത്തമാനൊന്നും പറയാൻ പാടില്ല. ഞാൻ പറയണത് നോക്കണ്ട. ശ്വാസം വിടാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ സുഖമായിട്ട് നിൽക്കാം. പറ്റുന്നത് പോലെ മതി. കാല് നല്ല നീണ്ടു നിൽക്കട്ടെ.
ഇനി സാവധാനം ബ്രീത്ത് എടുത്ത് കിട്ടുള്ളൂ. നല്ല സുഖമുള്ള പൊസിഷനായത്. പേരൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞു തരാം കേട്ടോ. ആ മാഷ് മാഷ് സാർ നമസ്കാരം. എങ്ങനെയുണ്ട് നമ്മുടെ ആശാന്മാരൊക്കെ? നന്നായിട്ട് പോണു. ഒക്കെ മടിയന്മാരാണ്. ആരെങ്കിലും ചെയ്യണതിൽ എന്തെങ്കിലും തെറ്റ് കാണിക്കണമെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കാനൊന്നും ഒരു മടിയും വിചാരിക്കണം. ഇല്ല കുഴപ്പമില്ല, അവർ നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല മാനസിക പിരിമുറുക്കമാണ്. അതെ അതെ. അപ്പൊ അവരുടെ പിരിമുറുക്കമൊക്കെ അങ്ങോട്ട് മാറ്റി കൊടുക്കണം. ഒരു തരി പിരിമുറുക്കം പോലും ആർക്കും ഉണ്ടാവും. ഉണ്ടാവില്ല. സാറിന് ചെയ്യാം. ഇല്ല, ഞാൻ ദിവസം ചെയ്യുന്നുണ്ട്. ആണോ? ഞാൻ ചെയ്തിട്ടാ വീട്ടിലോട്ട്. ശരി, യോഗ ചെയ്യാറുണ്ടോ? പിന്നെ ചെയ്യാം. സാറേ ഞങ്ങൾ റിലാക്സ് ചെയ്തോളൂ. റിലാക്സ്. അതെ, ആ പായ നമുക്ക് കുറെ ദിവസത്തേക്ക് വേണ്ട. ആരും ചവിട്ടി കീറരുത്. ഇല്ല കേട്ടോ? ആ ഓക്കെ, നമുക്ക് അടുത്തേക്ക് നോക്കാം. അടുത്തത് നോക്കാം. അധികം ഒന്നും ചെയ്തില്ലല്ലോ. ആകെ 2-3 ആസനങ്ങളൊക്കെ അല്ലേ നമ്മൾ ചെയ്ത് തുടങ്ങിയുള്ളൂ. സുഗതൻ ഇത് എന്താണിത്? പിരിമുറുക്കം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണിത്. നിങ്ങൾ അതിന് സീരിയസ്നെസ്സിൽ വരുമോ? സീരിയസ് ആയിട്ട് എടുക്കൂ. എല്ലാവരും സീരിയസ് ആയിട്ട് എടുത്തിട്ട് കുഴപ്പമില്ല. അതൊക്കെ മാറും. അത് തുടക്കമല്ലേ അല്ലേ? അതെ. എന്നൊരു കാര്യം ചെയ്യാം. ഇനി ഇരുന്നോളൂ. ശരിക്കും ഇരിക്കാം. കാല് മുമ്പിലേക്ക് നീട്ടി വെക്കുക. ഇങ്ങനെ ഇരിക്കുന്ന നമ്മൾ നല്ല റിലാക്സ് ചെയ്തിരിക്കുന്ന പൊസിഷനാണ് അല്ലേ? അല്ലേ? ഇനി 2 കൂടി നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ. കയ്യിലൊന്ന്, കാല് നേരെ ചേർത്ത് വെക്കുക. ഇനി അങ്ങനെ ഈ കാലിനെ മുട്ടിവിടെ നിലത്ത് മുട്ടിച്ചേ. ഇതാ ഇങ്ങനെ പതുക്കെ. എന്താ സൂര്യൻ സാറേ? ചെയ്തോണ്ടിരുന്നോ? അങ്ങനെ കുറെ അങ്ങ് ചെയ്തോ. സുധേ, ഇങ്ങനെ പറക്കട്ടെ. ചിത്രശലഭം ഇങ്ങനെ പറക്കും പോലെ. ഇങ്ങനെ അങ്ങനെ. സാറേ കാലിന്റെ ഇവിടെ വേദന ഉണ്ട്. പറ്റുന്നത് പോലെ മതി. അടുത്തത് ചെയ്യാം. കോർക്ക് വെക്കണം. ഓക്കെ. ഈ കാല് നേരെ പിന്നിൽ വരട്ടെ. തന്നെ. ഇങ്ങനെ നിൽക്കുക. എല്ലാവരും ഇങ്ങനെ നിൽക്കൂ. ഇടത്തെ കാല് മുമ്പിൽ വെച്ച് വലത്തെ കാല് നിലത്ത് കുത്തിയിട്ട് നിൽക്കുക. ഓക്കെ. ഈ കാലിലേക്ക് ഇങ്ങനെ ഇരുന്നോളൂ. സുഖമായിട്ട് ഇരുന്നല്ലേ? ഇരുന്നോ? സുഗത സാർ ഇരിക്കണ പോലെ അല്ല. ഇനി മറ്റേ കാല്, ഈ കാലെടുത്ത് നേരെ ഇവിടെ വെക്കുക. സുഖാണ്, വളരെ സുഖാണ്. എന്തൊരു സുഖാണ്. വെച്ചില്ലേ? നീ കൈ നന്നായി തള്ളി പിടിക്കുക. അതങ്ങനെയല്ല. അതെ മാഷ്, ഈ കാല് ഇങ്ങനെ, ഈ കൈ ഇങ്ങനെ. ഇതുപോലെ ചെയ്യരുത്. ഇതുപോലെ ആരും ചെയ്യരുത്. സിമ്പിളാ അല്ലേ മാഷ്? ശരി, പറ്റുന്നത് പോലെ ചെയ്താൽ മതി കേട്ടാ. റിലാക്സ്. അപ്പോ ആദ്യത്തെ ദിവസം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഇന്ന് ഇത്രയൊക്കെ മതി കേട്ടോ. ബാക്കി നമുക്ക് നാളെ നോക്കാം. അപ്പൊ എല്ലാവരും കിടന്നോളൂ. നമുക്ക് ശവാസനമാണ്. ശവാസനം. മലർന്ന് കിടക്കുക. കാലൊക്കെ ഒന്ന് ചേർത്ത് വെച്ചോളൂ. കൈ മലത്തി എവിടെ വെച്ചോ, മലന്ന് കിടക്കട്ടെ. അങ്ങനെ റിലാക്സ് ചെയ്യാം. അത് വേണ്ട. അങ്ങനെ കിടത്തണ്ട. കിടന്ന് ഇവരെല്ലാം കിടന്നളയും. ഡ്യൂട്ടി കയറുള്ളവരാ. നമുക്കത് വേണ്ട. യോഗ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ റിലാക്സ് ചെയ്യണം. അല്ല അത് വേണ്ട. ഇത് നമുക്കിപ്പോ അതല്ലല്ലോ. സ്റ്റേഷനിൽ ഡ്യൂട്ടിക്ക് ഇവരൊക്കെ ഉള്ളൂ. 10 മിനിറ്റ് കഴിഞ്ഞവരുണ്ട്. 10 മിനിറ്റ് വേണ്ട. 2 മിനിറ്റ്. 10 മിനിറ്റ്. അയ്യോ അത് പറ്റില്ല. ഡ്യൂട്ടിക്ക് ഇവര് തന്നെ വരണം. ഒരു 2 മിനിറ്റ് മതി. കഴിഞ്ഞു. എല്ലാവരും എഴുന്നേറ്റോളൂ. അപ്പൊ നാളെ രാവിലെ ഇതേ സമയമാണ്. പക്ഷെ ഇപ്പൊ പെട്ടെന്ന് എല്ലാരും പോയി റെഡിയായി ഡ്യൂട്ടിക്ക് കയറിക്കോ. നാളെ 6 മണിക്ക് വരണം. പിന്നെ നിങ്ങളുടെ പിരിമുറുക്കം കുറയ്ക്കണ്ടേ? ഇപ്പൊ എല്ലാവർക്കും പിരിമുറുക്കം മാറിയില്ലേ? നിങ്ങളൊക്കെ മുഖത്ത് അത് കാണാനുണ്ട്. നല്ല രസമുണ്ട്. എന്നാ ഡ്യൂട്ടിക്ക് വിട്ടോ. എല്ലാവരും പായ എടുത്തിട്ട് പാക്ക് ചെയ്തോ. പൊക്കം ഡ്യൂട്ടിക്ക്
പിടിച്ച് ഈ ഭാഗത്ത് പിടിച്ച്. കുഴപ്പമില്ലല്ലോ അല്ലേ? അല്ല ഇപ്പോ ഇവരുടെയൊക്കെ ഏതാണ്ട് ഒരു പകുതി സ്ട്രെസ് മാറിയിട്ടുണ്ടാവൂലേ മാഷെ? ക്രമേണ നോക്കേ ഇപ്പൊ ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേന് എല്ലാം ശരിയാവും. മാറ്റിയെടുക്കണം. ഈ ഭാഗത്താണ് പിടുത്തത്. ഇതുണ്ടോ ഈ ഇവിടുന്ന് ഒരു പണിയും എടുക്കല്ലേ? അങ്ങനെ അതല്ലടോ ചെങ്ങായി, നമ്മളിപ്പോ ചമ്മറം പടിഞ്ഞിരിക്കണ കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണുണ്ടോ അവിടെ? എനിക്ക് ഇവിടെ ഈ നൗകാസനം പറഞ്ഞില്ലേ, നൗകാസനം അപ്പൊ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ കേക്കണ്ടേ. അല്ലാന്ന് ഞാൻ എന്താ ഉണ്ടായിന്നറിയോ, ഈ കാല് ഒരു കാല് ഇവിടേക്ക് വെക്ക, ഈ തുടമക്ക് വെക്കാൻ പറഞ്ഞേ. മറ്റേ കാല് ഇങ്ങോട്ട് എടുത്ത് വെക്കാൻ പറ്റണ്ട, അതിക്ക് പറ്റൂല പറഞ്ഞ ഞാൻ ചങ്ങായിനോട്. പറഞ്ഞാ കൂട്ടാകണ്ടേ? കക്കൂസിന് പോയി ഇരുന്ന് കഴിഞ്ഞാൽ നീക്കപ്പം എന്താ ചെയ്യാ? ഇരിക്കണ്ടെന്ന് വെച്ചാ അതും ശരിയല്ല, ഒരു കയറ് കെട്ടിയാ നിന്ന് കാര്യം സഹായിച്ചോളി. ഇങ്ങോട്ടൊക്കെ ഇതൊക്കെ ഇതാ ഒരു പോലീസുകാരനെ കാലം പൊന്തിക്കാൻ പറ്റില്ല. അല്ല അത് ഞാൻ പറഞ്ഞില്ല, ഇതിന് ശേഷമാണ് മറ്റേ മാർജാരാസനം ചെയ്തില്ലേ, ഇവിടെയാണ് ഷോൾഡറിന്റെ അല്ല ഈ രണ്ട് ഭാഗവും നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് പൊന്തിയല്ലോ, ഉള്ളിലേക്ക് വയറിങ്ങനെ വലിക്കണം പറഞ്ഞില്ലേ അപ്പൊ. അപ്പൊ അങ്ങനെ ആയതാണ്. ഇപ്പൊ എന്താ ചെയ്യാ, ഞാൻ തീരെ വയ്യാന്ന് ഒപ്പേ കണ്ടുവരും. കുറച്ചു ദിവസം ചെയ്താൽ മാറുന്ന മൂപ്പര് പറഞ്ഞ, അടുപ്പിച്ച് ചെയ്ത് അങ്ങനെ മാറ്റണം എന്നാ പറഞ്ഞ മൂപ്പര്. യോഗ ട്രെയിനർ അയ്യാക്ക് പണിയൊന്നുമില്ലേ? ഹലോ. ആ മൻമോഹൻ സാറേ നമസ്കാരം. ആ എന്താണ് മാഷേ? അതെ ഞാനിവിടെ ക്ലാസ്സിൽ വന്നതാണ്, ആരും വന്നില്ലല്ലോ. കുട്ടികളാരും അല്ല, നമ്മളെ പോലീസുകാരും വന്നിട്ടില്ലേ? ഇല്ല, ആരും വന്നില്ല. അയ്യോ, അത് കുറച്ച് സമയം കൂടെ സാറൊന്ന് നോക്കുവോ? അല്ല അരമണിക്കൂറായി അതാണ്. ഓ സമയം എത്ര ആയല്ലേ? അതെ സാറേ, നമ്മളിപ്പോ ഇത് തുടങ്ങിയിട്ട് ഒരു ദിവസം ആയല്ലേ ഉള്ളൂ, ഇങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവും? അല്ല അതാ ഞാനും ആലോചിക്കുന്നത്. എന്തായാലും ഞാനിതൊന്ന് അന്വേഷിക്കട്ടെ. എന്നാ പിന്നെ സാറ് വരുന്നുണ്ടോ? അത് ഞാനേ ഇപ്പൊ ജിമ്മില് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അല്ല അപ്പോ ഇന്നത്തെ ക്ലാസ് സാറിനെ ഞാൻ വിളിച്ചിട്ട് വന്നാൽ മതി, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ശരി ശരി. ഓക്കെ. എന്തൊരു കഷ്ടമാണ്. കഴുതകൾക്ക് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ പദ്ധതി ഉണ്ടാക്കി വെച്ചത്. ഇവിടെ കുട്ടിയിരുന്നും വരില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. എല്ലാവരും വെച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ ആരാണോ നിങ്ങളെയൊക്കെ വിചാരം? നിങ്ങൾ എൻ്റെ മേലുദ്യോഗസ്ഥനാണോ? ആണോന്ന്? ഈ യോഗ ക്ലാസ് ഉണ്ടാക്കിയത് ആർക്ക് വേണ്ടിയിട്ട്? നിങ്ങളെയൊക്കെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ എൻ്റെതല്ല. അപ്പൊ അതൊക്കെ തോന്നിയ ദിവസം കാണിക്കുക. ക്ലാസ് കെട്ടിയ നിങ്ങളൊക്കെ കോളേജ് സ്റ്റുഡൻസ് ആണോ? എടോ, ഒരു മെൻഡറെ വളരെ കഷ്ടപ്പെട്ട് ഒപ്പിച്ച് നിങ്ങളെയൊക്കെ ഈ ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അയാൾ വന്ന് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അല്ല സാർ, ഞങ്ങൾ വന്നപ്പോ എത്ര മണിക്കുന്നു നിങ്ങള്? അയാൾ 6:30 മണിക്ക് എന്നെ വിളിച്ചു, ഇവിടെ ആരും എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. 1/2 മണിക്കൂർ അയാൾ ഇവിടെ വെയിറ്റ് ചെയ്തു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങളൊക്കെ തോന്നിയ ദിവസം കാണിക്കുന്നല്ലേ? നന്നാവൂല എന്ന് തീരുമാനിച്ചാൽ പിന്നെ ഒറ്റയാണോ നന്നാവൂല. നിങ്ങളൊക്കെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എനിക്ക് എത്രയും പെട്ടെന്ന് എക്സ്പ്ലനേഷൻ കിട്ടണം. എല്ലായിടത്തും പറയുക. എല്ലാവർക്കും ഞാൻ മെമ്മോ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പ്രിന്റ് എടുത്തിന് അങ്ങോട്ട് തരണ കാര്യമുള്ളൂ. സാറേ, ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. കഴിഞ്ഞ് വീടെത്തുമ്പോൾ 6 മണിയായി. എന്നിട്ട് ഫ്രഷ് ആയിട്ട് വരാൻ കുറച്ച് വൈകിപ്പോയി. താനൊരു സീനിയർ ആയിട്ടുള്ള ആളല്ലോ. താനല്ലേ ഈ കാര്യങ്ങൾ നോക്കേണ്ടത്. താൻ മുടന്ന ന്യായം പറയുന്ന ഫസ്റ്റ് മെമ്മോ തനിക്കാ വരാൻ പോണേ. സാറേ
എന്താണ് വണ്ടി എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നോ? സുഗതന് ഇപ്പം ആശ്വാസം ഉണ്ടോ? സുഗത, ആ ഒരു ക്ഷീണം മാറിയില്ലേ? അല്ലേ? ഓ, ഞാനേ ഡോക്ടറുമായിട്ട് സംസാരിച്ചു കേട്ടോ. പെട്ടെന്ന് ഉണ്ടായ അവരൊരു BP ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. വേറെ പേടിക്കാനൊന്നുമില്ല. ഈ ട്രിപ്പ് കഴിഞ്ഞാൽ പോവാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ മാഡം. വേറെ കുഴപ്പമൊന്നുമില്ല. സുഗത ടെൻഷനൊന്നും വേണ്ട കേട്ടോ. ഒന്നുമില്ല. പിന്നെ ഞാനങ്ങോട്ട് സാറേ ആ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാ. അപ്പോൾ നമ്മുടെ ആ യോഗയ്ക്കുണ്ടായിരുന്ന ഒരു കക്ഷി ഉണ്ടായിരുന്നു, അദ്ദേഹമാണ് പറഞ്ഞത്. എന്ത് പറ്റി? അല്ല, യോഗ ചെയ്തിട്ട് എന്തെങ്കിലും? അതൊന്നും അല്ല. സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി നോക്കിയതാണ്. അതെ, പക്ഷേ സുഗതന് പ്രത്യേകിച്ച് ഇച്ചിരി മാനസിക പിരിമുറുക്കം കൂടുതലുള്ള കൂട്ടത്തിലുള്ള ഒരാളാണ്. അതെ അതെ, അത് പക്ഷെ ഡോക്ടർ പറഞ്ഞു വേറെ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പേടിക്കാനൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മുടെ യോഗയുടെ ക്ലാസ് വീണ്ടും തുടങ്ങണം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ പിരിമുറുക്കം ഇവരെ പൂർണ്ണമായിട്ടും മാറ്റണം. ഇത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്. പ്രത്യേകിച്ച് പിരിമുറുക്കം കൂടുതലുള്ളവർക്ക് സാറ് കൂടുതൽ ട്രെയിനിങ് കൊടുത്തോ കേട്ടോ. നാളെ എല്ലാവരും സുഗതൻ 2 ദിവസം കഴിഞ്ഞിട്ടായാലും കുഴപ്പമില്ല. സാറേ ഒരു സെക്കൻഡ്. സാറേ, സാധാരണ തൊഴിലെടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിലല്ലല്ലോ പോലീസുകാരുടെ ജോലി. അവരഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഒരുപാട് സ്ട്രെസ് നിറഞ്ഞ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മറ്റു തൊഴിലെടുക്കുന്ന ആളുകൾക്ക് കിട്ടുന്നത് പോലെ കുടുംബങ്ങളുമായിട്ട് ഒത്ത് കുട്ടികളുമായിട്ടൊക്കെ ഇരിക്കാനുള്ള ഒരു സാഹചര്യം ഇവർക്കും കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഈ സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും. പിന്നെ മേലുദ്യോഗസ്ഥരുടെ ഈ കർക്കശമായിട്ടുള്ള ഒരു നിലപാടുണ്ടല്ലോ, അതും ഒന്ന് കുറയ്ക്കാൻ കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഇതിപ്പോ സാറ് ചെയ്യുന്നത് ജോലിഭാരം കൂടുതലുള്ള ഇവരെ കൊണ്ട് യോഗ നിർബന്ധിച്ച് ചെയ്യിക്കുകയാണ്. സത്യത്തില് ഈ യോഗ ചെയ്യുന്നത് തന്നെ അവർക്കൊരു ഭാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതുപോലുള്ള സ്ട്രെസ്സുകൾക്ക് യോഗ ചെയ്ത് ഒരു പരിഹാരം കണ്ടെത്തുക എന്ന് പറയുന്നത് ബുദ്ധിയല്ല.